ഗുഡ് മോർണിംഗ്. നമ്മൾ ശബരിമലയിൽ തന്നെയാണ് ഉള്ളത്. ദാണ്ട് ഈ പായിട്ടിരിക്കുന്നുണ്ടോ, ഇതൊരു വലിയ റൂമാണ്. ഇവിടെയാണ് നമ്മൾ വിരി വെച്ചത് കേട്ടോ. വിരി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ അന്നദാനപ്പുരയുടെ മുകളിലായിട്ട് നമുക്ക് താമസിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. ഇത് കണക്കുള്ളൊരു പരമ്പ് തരും. ഇതിന് 40 രൂപയാണ് ഒരാൾക്ക് വരണം. അപ്പോൾ ഇനി മല ഇറങ്ങുകയാണ്. അപ്പോൾ വിഷ്ണു രാവിലെ അത് നെയ്യഭിഷേകത്തിനൊക്കെ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അഭിഷേകം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അതിലെ താഴെ പമ്പയിലേക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ശബരിമലയിൽ നിന്നുള്ള 2ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ വിരിവയ്ക്കുന്ന സ്ഥലത്ത് ചേട്ടൻ. ഇവിടെ വന്ന് ഗൂഗിൾ പേയും ചെയ്യാവുന്ന കേട്ടോ. ജിപേയും പേടിഎം ഒക്കെ ഉണ്ട്. ഇവിടെ വന്ന് അങ്ങനെ പൈസ അടച്ച് നമുക്ക് വിരി എടുക്കാവുന്നതാണ്. പ്രസാദം അപ്പവും അരവണയും നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന മാളികപ്പുറമാണേ ആ കാണുന്നത്. ഇതാണ് അന്നദാന മണ്ഡപം. ഇതിന് മുകളിൽ താഴത്തെ ഭാഗത്താണ് അന്നദാന മണ്ഡപം. അതിന് തൊട്ട് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ വിരി വെച്ചത് കിടക്കാൻ പറ്റുന്നത്. അതേ കണക്കുള്ള ഒത്തിരി സ്ഥലങ്ങൾ ഇവിടെ ഇങ്ങനെ മുകളിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ. पंचब्रह्मपरायणाय नमः। ओम पार्वतीतनयाय नमः। ओम ब्रह्मणे नमः। ओम परानंदाय नमः। ओम परात्पराय नमः। നീ എന്താണ് ചെയ്തിട്ടെന്ന് പറയും? അഭിഷേകത്തിന് പോയിട്ട് വന്നു. എന്താണ്? ഭഗവാന്റെ ദേഹത്ത് അഭിഷേകം ചെയ്യും. തിരിച്ചാന്ന് അതുപോലെ നമുക്ക് തിരിച്ചു തരും. അടിക്കല്ലേ അടിക്കല്ലേ. സന്നിധാനത്തിന് മുകളിൽ ആ ക്ഷേത്രത്തിന് മുകളിലായിട്ട് തന്നെ ഇന്ന് നമുക്ക് ചന്ദ്രനെ കാണാം. ഇതൊരു അസുലഭ കാഴ്ചയാണ് കേട്ടോ. സാധാരണ അങ്ങനെ വരുന്നതല്ല. കൊടിമരത്തിന് നേരെ മുകളിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ ചന്ദ്രനെ കാണുന്നത്. ശബരിമലയിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. കണ്ണ് നിറയെ അയ്യപ്പനെ കാണാൻ പറ്റി. ഒരുപാട് അനുഭവങ്ങളാണ് ഈ ശബരിമല യാത്ര ഞങ്ങൾക്ക് തന്നത്. ഇനി ശബരിമല കഴിഞ്ഞ് താഴെ പമ്പയിലേക്ക് മടക്കയാത്രയാണ്. തിരിച്ച് മല ഇറങ്ങിയാണ്. ഇത് നടപ്പന്തലാണ് കേട്ടോ. നടപ്പന്തലിൻ്റെ ഇങ്ങേ അറ്റം
പമ്പയിൽ നിന്ന് വരുമ്പോൾ കയറി വരുന്ന ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ ചെല്ലുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇന്നലെ കയറിയ മലകളെല്ലാം നമുക്ക് തിരിച്ചിറങ്ങി പോകണം. ഇതാണ് കേട്ടോ ഹോസ്പിറ്റൽ. എന്തെങ്കിലും ദേഹാസ്വസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ഈ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഉണ്ടാവും, ഇവിടെ കാണാവുന്നതാണ്. എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. നമ്മളെ ഇപ്പോൾ നമ്മളവിടെ നിന്ന് ഇരുമുടി കെട്ടി വന്നപ്പോഴേ അതിനകത്ത് നെയ്യ് നിറച്ച തേങ്ങ കൊണ്ടുവരുന്നുണ്ട്. ആ നെയ്യ് നമ്മൾ രാത്രി അവിടെ വെച്ച് വിരിവെച്ച് അതിൽ നിന്ന് മാറ്റിയിട്ട് ആ ബാക്കി തേങ്ങ ആഴിയിൽ നിക്ഷേപിച്ചല്ലോ. അതെന്താണ് ആ ഒരു ആചാരത്തിൻ്റെ ഐതിഹ്യം? ആചാരമുണ്ട്. നെയ്ത്തേങ്ങയ്ക്കകത്തുള്ള നെയ്യെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്മാവായിട്ടും തേങ്ങയെ മനുഷ്യൻ്റെ ശരീരമായിട്ടുമാണ് സങ്കല്പിക്കുന്നത്. നെയ്ത്തേങ്ങയിൽ നെയ്യ് അയ്യപ്പനിൽ അഭിഷേകം ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ ആത്മാവിനെ അയ്യപ്പനിൽ ലയിപ്പിച്ചതിന് ശേഷം ആ തേങ്ങ ആഴിലെറിഞ്ഞ് നമ്മുടെ ശരീരം അവിടെ തന്നെ അർപ്പിച്ചിട്ട് വരുന്നതായിട്ട് ഓരോ അയ്യപ്പനും പുതിയ അയ്യപ്പനായിട്ടാണ്, പുതിയൊരു മനുഷ്യനായിട്ടാണ് തിരിച്ചിറങ്ങുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു വിശ്വാസം. തിരികെ നമ്മൾ മരക്കൂട്ടം എത്തിയല്ലേ? ശരി തന്നെ. ഈ വഴി ഇങ്ങനെ കുറേ കയറി വരുമ്പോഴേ ആ കല്ലും ഇതൊക്കെ കയറി വരുമ്പോൾ ഇവിടെ മാത്രമാണ് വഴിയിൽ ഇങ്ങനെ മരങ്ങൾ കൂട്ടമായിട്ടുള്ളൂ അല്ലേ? ഈ മരങ്ങളുടെ പേരറിയാമോ? ഏത് ഇതാ? ഇതിലുണ്ടോ? ഇതിലേക്ക് ശരം കുത്തിയിട്ടുണ്ടല്ലേ? ശരം കുത്തുമ്പോൾ മണി കിട്ടുമോ? മണി കിട്ടുമോ? മണി അടിക്കും. മണി കിട്ടണ അവിടെയാണ് കേട്ടോ. ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോകാൻ പറ്റും. വാങ്ങിച്ച് കണ്ടത്തിൽ മണി കണ്ട മണി കെട്ടി നമ്മൾ കെട്ടണ ആള് പൊട്ടിച്ചോണ്ട് പോകും. ഞാൻ ഒരു പ്രാവശ്യം ഇവിടുന്ന് മണിയും കെട്ടി മണിയും പൊട്ടിച്ച് നമ്മൾ തന്നെ പൊട്ടിക്കോ? വേറെ ആൾക്കാർ കിട്ടണ നമ്മൾ കെട്ടി തീർന്നിട്ട് ആൾ പൊട്ടിച്ചോണ്ട് പോകും. അതായത് നമ്മൾ ആ മണി പൂച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമെന്നാണ്. പക്ഷെ നടന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ചേട്ടൻ്റെ. എന്താണ്? അവന് ജോലി വേണമെന്നും പറഞ്ഞ് ഞാൻ അവനും കൂടെ ശബരിമല പഠിക്കാറുണ്ട്. ആ വന്നിട്ട് ഏകദേശം ഒരു 3 മണിക്കൂർ ആ കോളേജ് സൈഡിൽ നിന്ന്. കാരണം മണി കിട്ടൂല, ആരെങ്കിലും കൊണ്ട് കെട്ടുന്നതിന് മുമ്പേ പൂക്കും. അങ്ങനെ അവിടെ നിന്ന് മണിയും പൂച്ചോണ്ട് വന്നു. വീഡിയോ കുഴപ്പമില്ല. മണി പൊടിച്ചോണ്ട് വന്നു. പക്ഷെ അതുപോലെ പാർശാല ഭാഷയിൽ പൊട്ടിച്ചതിന് എന്തെന്ന് പറയും? പൂച്ച്. നാട്ടെ മരത്തിന്റെ പേരുണ്ട്. തക്കാളിയാ? പുല്ലമരുത്. നാട്ടെ ഇത് വെള്ളിലാവ്. നമ്മളെ 18ാമത്തെ ഷെഡ്. ഇനി കുറേ ഷെഡുകളും തിരിച്ച് ഇറക്കം തുടങ്ങി. നല്ല സുഖമാണ്. തണുപ്പുണ്ടല്ലേ? പണ്ട് ഇപ്പൊ നല്ല സുഖമുണ്ട്. വീതിയില്ലായിരുന്നല്ലേ അത്ര? 15ാമത്തെ നടപ്പന്തല്. തിരികെ ഇറങ്ങി നമ്മൾ ശബരിപീഠത്തിലെത്തി. ആനയൊന്നുമല്ല അത്. അതെന്തോ തിരികെ ഇറങ്ങി ശബരിപീഠം. ഇനി ഇവിടെ നിന്ന് താഴെ ഇറങ്ങുന്നത് ശരം കുത്തി അല്ലേ? ശരം കുത്തി കഴിഞ്ഞല്ലേ? മലയിലോട്ടാണ് ഇറങ്ങുന്നത്. ആ, ഇനി അപ്പാച്ചി മേടല്ലേ? ഒറ്റ ഉരുളിച്ചങ്ങ് ഉരുണ്ടാ മതി. എന്താണ്? പണ്ട് മൊബൈലൊക്കെ കൊണ്ടുവരുന്നത് അവിടെ നിന്ന് മൊബൈൽ കൊണ്ട് കയറത്തില്ലായിരുന്നല്ലേ? ഇപ്പോൾ ഒരു പ്രശ്നമില്ല. പോലീസുകാരെ വിളിച്ചിട്ട് തന്നെ ഫോട്ടോ എടുത്തോ, അത് തുറന്നു തന്നില്ലേ അകത്ത് കയറ്റിയിട്ട്. അവന് അല്ല, ഫ്രണ്ടിൽ അതങ്ങനെ എടുക്കരുത്. നമ്മളിപ്പോൾ ഒരു വിഗ്രഹത്തിന് നമുക്ക് കയ്യിൽ മൊബൈൽ ഇരുന്നാൽ പോലും ഒരിക്കലും നമ്മൾ അത് ചെയ്യരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് വേണം ഈ ചെയ്യരുത്. അതാ ഇപ്പം നമ്മൾ ഒരു സിസ്റ്റം ഓണാക്കി ഇട്ടിട്ട് അവിടെ ചെന്നിരുന്ന അവന്മാർ പോലും അറിയില്ല. റെക്കോർഡാവണ പോലും അറിയില്ല. അറിയൂടാ? അറിയത്തില്ല.
നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാമല്ലോ. DJ ക്യാമറ, ചെറിയ പെൻ ക്യാമറ ഉണ്ടല്ലോ, അതിൽ റെക്കോർഡ് ഓൺ ചെയ്തിട്ട് പോക്കറ്റ് വെച്ചിരുന്ന് അറിയത്തില്ല. പക്ഷെ അത് ചെയ്യരുത്, അതാണ്. അതുകൊണ്ടാണ് ഇതുകൊണ്ട് കുത്തിറക്കോ പടിയുണ്ട്. ഇത് അപ്പാച്ചിമേട് അല്ലേ, അപ്പാച്ചിമേട് കയറ്റവും ഇറക്കവും. തിരിച്ചിറങ്ങുമ്പോഴാണ് ഇത് എത്രത്തോളം കയറ്റം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നത്. കയറി വരുമ്പോൾ തിരിഞ്ഞു നോക്കത്തില്ലല്ലോ. ഒരു അയ്യപ്പ പാട്ട് പാടുക ചേട്ടാ. അല്ല, ഇപ്പൊ ബുദ്ധിമുട്ടുള്ള ടെറൈൻ ഒരു സ്ഥലമില്ല. ഈ കയറ്റം ഉണ്ടെന്നുള്ളല്ലാതെ കാല് മടങ്ങേ പോവുകയോ ചെയ്യുന്ന രീതിയിൽ കല്ലോ മണ്ണോ വെളിയിലിരിക്കുന്ന ഒരു ഭാഗം പോലും ഇല്ല. ഫുള്ള് കോൺക്രീറ്റും ഈ പാറയും വിരിച്ചിട്ടുണ്ടല്ലോ. ഈ ഉണ്ട വഴിപാട് എന്താണ് സുരേഷ് ചേട്ടാ? ഇഷ്ടവഴിപാടായ ഉണ്ട വഴിപാട് അപ്പാച്ചിമേട്ടിൽ സമർപ്പിക്കുക. സ്വാമി അയ്യപ്പനെ കാണാനെത്തും. എന്തായിരുന്നു കുഴിക്കുന്നിലാണ് പുലിക്ക് അരി നനച്ചു കൊടുക്കുന്നത്. അല്ല, അത് എന്തിനാണ് ഇവിടെ ഈ ഭാഗത്ത് മാത്രം അങ്ങനെ ഒരു വഴിപാട് വെച്ചാണ് ഭൂതഗണങ്ങൾ യുദ്ധം ചെയ്ത് തളർന്ന് വന്നു നിന്നത്. ആരോട് യുദ്ധം ചെയ്ത്? മറ്റേ മഹിഷിയോട് യുദ്ധം ചെയ്ത് തളർന്നു വന്നത്. അപ്പം ഇവിടെ അവിടെ വെച്ച ആഹാരം, ഇവർക്ക് ഈ ഭൂതഗണങ്ങൾക്ക് ആഹാരം കൊടുത്തതാണ് ഇങ്ങനെ അരി നനച്ചു കൊടുത്തത്. പടി കൂടെ ഇറങ്ങിയാൽ മതിയായിരുന്നല്ലേ സൈഡ്. അതിൻ്റെ ഒരു ഇത് വെച്ചാണ്, ഐതിഹ്യം വെച്ചാണ് ഇവരിപ്പം ഇതിങ്ങനെ. ഇത് ഈ അപ്പാച്ചമേട് എന്നുള്ള സ്ഥലത്താണ് ഈ സാധനം ചെയ്യുന്നത്. അങ്ങ് ദൂരെ കോടമഞ്ഞ്. നമ്മള് നീലിമലയായി അല്ലേ? ബോട്ടോ അല്ല, ടോപ്പ്. ഇനി ഇറങ്ങി എത്തിക്കഴിയുമ്പോൾ കഴിഞ്ഞല്ലേ? ഓ, അത് ചെറിയ മനുഷ്യനല്ല, വലിയ മനുഷ്യനാണ് അതിനകത്തിരിക്കുന്നത്. ചെറിയൊരു റെസ്റ്റിന് ശേഷം വീണ്ടും നമ്മൾ ഇറങ്ങിയാണ്. നീലിമല ഇറക്കം. ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. കയറാൻ ഇത്രയും പ്രശ്നമില്ല, ഇറങ്ങുമ്പോഴാണ് ശരിക്കും റിസ്ക്. നമ്മുടെ കാല് നന്നായിട്ട് ടൈറ്റാവും. മസിൽ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. നീലിമല ഷെഡ് നമ്പർ 3 ആയി. നമ്മൾ കുത്തിറക്കം കഴിഞ്ഞ് ഇനി ചെറിയ രീതിയിലുള്ളൊരു ഇറക്കേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ ഷെഡ്, താഴെ ഒന്നാമത്തെ ഷെഡ്. അപ്പോൾ നമ്മൾ താഴോട്ടെത്താറായി. അങ്ങനെ താഴെ എത്തി. സ്വാമി അയ്യപ്പൻ റോഡ് തിരിയുന്ന അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന, ഈ താഴെ കൂടെ കാണുന്ന ഇതാണ് സ്വാമി അയ്യപ്പൻ റോഡ്. ആ ട്രാക്ടർ കയറി പോകുന്ന റോഡുണ്ടല്ലോ, നമ്മൾ തിരിച്ച് വേണമെങ്കിൽ അതിലേ ഇറങ്ങി വരാം. അതിലേ ഇറങ്ങി വരുമ്പോൾ ദൂരം കൂടുതലാണ്, പക്ഷേ ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമില്ല. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിലേ കയറിപ്പോയിട്ട് ഇറങ്ങി വരാൻ ആ വഴിയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ കയറ്റം ഇറക്കവും എല്ലാം കഴിഞ്ഞ് നിരന്ന സ്ഥലത്തെത്തി. ഗണപതി ക്ഷേത്രം അല്ലേ? ശരിക്കും ഈ ഗണപതി ക്ഷേത്രമേ സീസൺ സമയത്ത് ഇത് കണക്ക് നട തുറക്കും. എല്ലാ ദിവസവും പൂജ ഉണ്ടല്ലേ?
എല്ലാ ദിവസവും നമുക്ക് വരാം. ഇതുവരെ വേണമെങ്കിൽ ഇതുവരെ വന്നിട്ട് പോവാല്ലേ? പമ്പ വന്ന് കഴിഞ്ഞിട്ട് പോവാം. ഇതിലാണ് കേട്ടോ നമ്മൾ ആ ഈ പാസ് കാണിച്ച് കയറി വരേണ്ടത്. ഇന്നലെ നമ്മൾ കയറി പോയ സ്ഥലം ഇതാ ഗണപതി ക്ഷേത്രം. കെട്ടുകെട്ടുന്ന സ്ഥലം കൊണ്ട് കാണിച്ചു. കെട്ടിട്ട് ഇവിടെ നിന്ന് കെട്ടി കയറി പോകുന്നു അല്ലേ? ഇതാണ് കെട്ടുന്ന സ്ഥലം. ഇരുമുടി കെട്ടില്ലാതെ വരുന്നവർക്ക് ഇവിടെ വന്ന് കെട്ടി കയറി പോകാൻ പറ്റും കേട്ടോ. ഇതിലേ തന്നെയാണ് കേട്ടോ പമ്പയിലേക്ക് ഇറങ്ങി പോകുന്നത് തിരികെ. ഇങ്ങനെ പടി ഇറങ്ങി നമുക്ക് പമ്പയിലേക്ക് പോവാം. ഇനി നമ്മൾ ചില്ലറക്കാരല്ല, നമ്മൾ താണ്ടെ ശബരിമലയെന്ന് പമ്പയെന്ന് 25 കോടിയുടെ ലോട്ടറി എടുക്കാൻ തീരുമാനിച്ചു. സുരേഷ് ചേട്ടാ അടിക്കണ നമ്പരം എടുത്താണ്. അടിക്കണ നമ്പരം ചേരി അണ്ണാ. നമ്മൾ അവിടെ സുധീർ ഏട്ടാന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ശരിയാണല്ലോ. അടിക്കണ നമ്പർ ചേട്ടനും തരൂല. ദൈവമേ നമ്മളെ കഷ്ടപ്പാടെല്ലാം മാറണം. ഒന്നുകൂടെ പ്രാർത്ഥിച്ചേരാ വിഷ്ണു, ഒന്നുകൂടെ പ്രാർത്ഥിച്ചേരാ. ദൈവമേ നമ്മളെ കഷ്ടപ്പാടെല്ലാം മാറണം. പ്രവീൺ ഒന്ന് പ്രാർത്ഥിച്ചേരാ. തിരുവനന്തപുരം ജില്ലാ സഹകരണ ബാങ്കിൽ പ്രവീണിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണേ. ജില്ലാ സഹകരണ ബാങ്കിൽ ലോണ് അനന്തപുരം ബാങ്കിലെ ലോൺ. താമസക്കടയിൽ കാര്യമില്ല. ഇത് 2 ലാഗ് വേണമെന്ന് പറഞ്ഞു. 2 എടുത്താ എടുത്തേ ഉള്ളൂ. ലോട്ടറി കാണിക്കൂല, അടിച്ചിട്ടേ കാണിക്കുള്ളൂ. ഇതെന്താണ് ആഴി ഇവിടെ തീ? നമ്മൾ പമ്പയിലെത്തിയല്ലേ? ആറാട്ട് കടവ്. ഇനി വെള്ളം കയറി വരോ? അതേ താഴെ വെള്ളം ഉണ്ടല്ലേ? ഇനി കുളിക്കുക. അപ്പോൾ അതിന് റിവേഴ്സ് ചെയ്യും, കയറി പോകുന്നതായിട്ട് കാണിക്കാനേ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം തിരിച്ചായി പോകുന്നത്. നേരെ ഇറങ്ങണവരുടെ പമ്പയിൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ കയറിപ്പോകുമ്പോൾ ഇത്ര ആളൊന്നും ഇല്ലായിരുന്നു. വൈകുന്നേരം അല്ലേ? ഇനി നമുക്ക് പമ്പയിൽ ഇറങ്ങി ഒന്ന് കുളിക്കണം, ഫ്രഷ് ആവണം, ഡ്രസ്സ് മാറ്റണം, ഭക്ഷണം കഴിക്കണം, പോകണം. അവിടെ ഒരു കുഞ്ഞു പാലമുണ്ട്, നടന്നു വരേണ്ട. അവിടെയാണ് എരുമേലി വീഴുമ്പം വലിയാനവട്ടവും ചെറിയാനവട്ടവും കഴിഞ്ഞ് അവിടെ വന്നിറങ്ങും. അവിടെ നിന്ന് വന്നിറങ്ങിയിട്ട് പിന്നെ പമ്പയ്ക്ക്. അപ്പോൾ എരുമേലി വഴി നടന്നു വരുമ്പോൾ ആറ്റിലേക്കാണ്, പമ്പയാറ്റിലേക്കാണ് നമ്മളൊന്ന് ഇറങ്ങണം അല്ലേ? എന്നിട്ടാണ് ജോയിൻ്റായി മുകളിലേക്ക് കയറി പോകുന്നത്. അങ്ങനെ പമ്പ എത്തി. ഇതാണ്ട് അവിടെ നിന്ന് പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് ആൾക്കാർ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന നമ്മൾ കാണാം. ഈ പാലം ക്രോസ് ചെയ്ത് നമ്മുടെ ശബരിമല യാത്രയുടെ അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്ന് ഫ്രഷപ്പ് ആവണം, പിന്നെ ഭക്ഷണം കഴിക്കണം, പിന്നെ തിരികെയുള്ള യാത്ര നോക്കണം. പിന്നെ മറ്റൊരു കാര്യം കൂടി കാണാനുണ്ട്, അതും കൂടെ പോയി ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പമ്പയുടെ തീരത്ത് നിന്ന് ആ പടികൾ കയറി നമ്മൾ നേരെ മുകളിലൊന്ന് പാർക്കിങ്ങിലേക്ക് എത്തി. ഇവിടെയാണ് കാറൊക്കെ പാർക്ക് ചെയ്യുന്നത്. ഇതാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ കേട്ടോ. നമ്മൾ പമ്പയിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ പുലിപ്പുറത്തിരിക്കുന്ന അയ്യപ്പൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. ഇത് കോൺക്രീറ്റ് ആണോ വെങ്കലമാണോ എന്നറിയില്ല, കോൺക്രീറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. വെങ്കലത്തിൻ്റെ ആ ഒരു കോപ്പറിൻ്റെ ഫിനിഷിങ് കൊടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത്.
ഇതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആ സർപ്രൈസ്. അടിപൊളിയല്ലേ? ഇതാ എൻ്റെ പുറകെ കാണുന്ന ഈ റോഡ് വഴിയാണ് കേട്ടോ പമ്പയുടെ അപ്പുറത്തേക്ക് വണ്ടികൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ 2 ദിവസത്തെ ശബരിമല യാത്രയായിരുന്നു. ഇന്നലെ അങ്ങോട്ട് കയറിപ്പോയത്, ഇന്ന് തിരിച്ചിറങ്ങി വരുന്നതും സന്നിധാനത്തിലുള്ള കാഴ്ചകൾ, അത് 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 വീഡിയോകൾ നിങ്ങൾ ഉറപ്പായിട്ടും കാണുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ, നമ്മൾ കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.